ജയന്തിയാണെങ്കിൽ വളരെയധികം അഹങ്കാരത്തിലാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ആ അഹങ്കാരത്തിന് തിരിച്ചടി കൊടുക്കാൻ മനു എത്തിയിരിക്കുകയാണ് എന്നും കാണാനായിട്ട് സാധിക്കും. മനു ആണെങ്കിൽ നമ്മുടെ വൈജയന്തിയുടെ അടുത്ത് പറയുന്നുണ്ട്, ആൻറ്റി ഒന്ന് ആൻറ്റിയുടെ ജീവിതം തിരിഞ്ഞു നോക്കിയാൽ ആൻറ്റിക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആൻറ്റി എത്രമാത്രം തെറ്റിലൂടെയാണ് സഞ്ചരിച്ചിട്ടുള്ളത് എന്ന് ആൻറ്റി മനസ്സ് വെച്ചാൽ ആൻറ്റിക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയം വൈജയന്തി പറയുന്നുണ്ട്, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ഒരിക്കലും അത് മനസ്സ് വെക്കേണ്ട കാര്യവുമില്ല എന്ന് പറയുമ്പോൾ, എങ്കിൽ ആൻറ്റിയുടെ ജീവിതം ഇങ്ങനെ ദുർഘടം പിടിക്കുക തന്നെ ചെയ്യുകയുള്ളൂ എന്ന് പറയുന്നതും കാണാം.